നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനംതിട്ട റാന്നി കോയിപ്പുറത്തെ ഒരു വീട്ടിൽ മനുഷ്യ മനസാക്ഷി നടക്കുന്ന സംഭവങ്ങൾ. യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി വീട്ടിലെത്തിച്ച് പീഡനത്തിനിരയാക്കുന്ന കൊടും ക്രൂരതയാണ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്. ഇപ്പോഴിതാ യുവദമ്പതികൾ ഈ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. കോയിപ്പുറം കുറവൻകുഴി സ്വദേശികളായ ജയേഷ് രാജപ്പൻ എന്ന 30 വയസ്സുകാരൻ, ഭാര്യ എസ് രശ്മി എന്ന 25-കാരി. 2 യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചത് ഈ രശ്മി എന്ന കൊടുക്രൂര. യുവാക്കളെ മർദ്ദിക്കുന്ന 10 ദൃശ്യങ്ങളാണ് രശ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇപ്പോൾ പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. രശ്മിയും ഒരു യുവാവുമൊത്തുള്ള ദൃശ്യങ്ങളും ഫോണിലുണ്ട്. യുവാക്കളുടെ ജനനേന്ദ്രിയങ്ങളിൽ സ്റ്റേപ്ലർ പെന്നുകൾ അടിക്കുന്ന ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലാണ്. പീഡനത്തിനിരയായ ഒരു യുവാവ് പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്: എന്നെ മുറിയിൽ കെട്ടിത്തൂക്കി, ജനനേന്ദ്രിയത്തിൽ രശ്മിയാണ് സ്റ്റേപ്ലർ പിൻ അടിച്ചത്. ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. നഖം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് പറിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ കുതിരി വലതുകാൽ ബലമായി പിടിച്ചുവെച്ച് നഖത്തിനിടയിൽ രശ്മി മുട്ടുസൂചി അടിച്ചു കയറ്റി. കമ്പിവടി കൊണ്ട് എൻ്റെ കാലിലും ശരീരത്തും ജയേഷ് അടിച്ചുകൊണ്ടിരുന്നു. കാൽമുട്ട് പൊട്ടി ചോരയൊലിച്ചു. ആഴത്തിലുള്ള മുറിവിനകത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. തിരുവോണ ദിവസം വൈകിട്ടാണ് കോയിപ്പുറം ആന്താലിബണ്ടിലെ വീട്ടിൽ അതിക്രൂരമായി സംഭവം നടക്കുന്നത്. ഇത് വിവരിക്കുമ്പോൾ റാന്നി സ്വദേശിയായ 29-കാരൻ്റെ ശബ്ദം ഇടറുന്നു. ഏറെ പൈശാചിക പീഡനമാണ് താൻ ഏറ്റുവാങ്ങിയത് എന്നയാൾ ഒടുവിൽ പോലീസിന് മുന്നിൽ തുറന്നു പറഞ്ഞു. സെപ്റ്റംബർ 1-ാം തീയതി ആലപ്പുഴ സ്വദേശിയായ 19-കാരനെയും 5-ാം തീയതി റാന്നി സ്വദേശിയായ 29-കാരനും ചരൽക്കുന്നിലെ ജയേഷിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി അതിക്രൂരമായി അവരെ പീഡിപ്പിച്ചു. ആലപ്പുഴ സ്വദേശിയായ 19-കാരൻ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നു. ഇയാളാണ് ആദ്യം കൊടും പീഡനത്തിന് ഇരയായത്. ബംഗളൂരുവിൽ നിന്ന് ഇയാൾ നാട്ടിലെത്തിയപ്പോൾ രശ്മി ഇയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. തിരുവല്ലയിൽ വന്ന ജയേഷ് യുവാവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് ഈ അതിക്രൂര പീഡനം നടന്നത്. ആദ്യം മുളക് സ്പ്രേ മുഖത്തടിച്ചു. ഭാര്യയുമായി ഈ യുവാക്കൾക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്ന് താൻ സംശയിച്ചുവെന്നും അതിന്റെ പേരിലാണ് ഈ ക്രൂരത നടത്തിയതെന്നും ജയേഷ് പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഈ കഥ പോലീസ് വിശ്വസിക്കുന്നില്ല. മർദ്ദനമേറ്റ 2 യുവാക്കളും ബംഗളൂരുവിൽ ജയേഷിനൊപ്പം ഒരു ക്രഷർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. 19-കാരനെ ജയേഷ് മാരാമണ്ണിൽ നിന്നും തൻ്റെ ബൈക്കിലാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് രശ്മിയുമായി ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് പോലെ അഭിനയിക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭയപ്പെടുത്തി. ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. പിന്നീട് ജയേഷ് ഒരു ഷാൾ ഉപയോഗിച്ച് ആ യുവാവിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി വാക്കത്തി കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭയപ്പെടുത്തി. കമ്പിവടി കൊണ്ട് കയ്യിലും കാലിലും പുതിര് അടിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് കണ്ണിലും വയറ്റിലുമൊക്കെ ഇടിച്ചു. മുറിയിൽ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചു. മുറിയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് രശ്മി കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് യുവാവിൻ്റെ കൈവിരലിൽ അമർത്തിയത്. തുടർന്ന് കട്ടിലിൽ കിടത്തി വിവസ്ത്രനാക്കി. ദേഹമാസകലം ചോര പൊട്ടിയൊലിക്കുന്നു. ആ മുറിവുകളിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. കയ്യിലുണ്ടായിരുന്ന 19,000 രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്ത് യുവാവിനെ ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. തിരുവോണ ദിവസം വൈകിട്ടാണ് 2ാമത്തെ സംഭവം. റാന്നി സ്വദേശിയായ 29-കാരനെ രശ്മിയാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. ഇയാളെ ജയേഷ് പെപ്പർ സ്പ്രേ അടിച്ച് താഴെയിട്ടു. സർജിക്കൽ ബ്ലേഡ് കഴുത്തിൽ വെച്ചു. തുടർന്നാണ് ഒരു ഷാൾ ഉപയോഗിച്ച് കൈകൾ കൂട്ടിക്കെട്ടിയത്. മുറിയുടെ ഉത്തരത്തിൽ പിന്നീട് അയാളെ തൂക്കിയിട്ടു. സൈക്കിൾ ചെയിൻ ചുറ്റിപ്പിടിച്ച് നെഞ്ചിനിടിച്ചു. കമ്പിവടി കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. ഇതിനിടയിൽ ജനനേന്ദ്രിയത്തിലും പുറത്തുമൊക്കെ രശ്മി പെപ്പർ സ്പ്രേ അടിച്ചു. വലതുകാലിലെ നഖങ്ങൾക്കിടയിലേക്ക് മുട്ടുസൂചി അടിച്ചു കയറ്റി. തുടർന്ന് കാലിലെ മുറിവുകളിലേക്കും പെപ്പർ സ്പ്രേ അടിച്ചു. അബോധാവസ്ഥയിലായ യുവാവിനെ രാത്രി 8 മണിയോടെ ജയേഷും രശ്മിയും ചേർന്ന് സ്കൂട്ടറിൽ നടുക്കിരുത്തി പുതുമൺ പാലത്തിനു സമീപം എത്തിച്ച് തള്ളി താഴെയിട്ടു. അതുവഴി എത്തിയ ഓട്ടോറിക്ഷക്കാരാണ് യുവാവിനെ കണ്ടെത്തിയതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതും. പരിക്ക് ഗുരുതരമായതുകൊണ്ട് പിന്നീട് യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സംഭവങ്ങളിൽ പോലീസിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: ഈ 2 യുവാക്കൾക്കും രശ്മിയുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ബന്ധമുണ്ട്. ഇവർ രശ്മിയുമായി സ്വകാര്യ ചാറ്റുകൾ മുൻപ് നടത്തിയിരുന്നു. ഇത് കണ്ടെത്തിയ ജയേഷ് രശ്മിയുമായി വഴക്കുണ്ടാക്കുകയും പിന്നീട് ഒരു ഒത്തുതീർപ്പിൽ എത്തുകയും ചെയ്തു. എന്നാൽ രശ്മിയുടെ ചിത്രങ്ങൾ യുവാക്കളുടെ കൈകളിലുണ്ട് എന്ന് ജയേഷ് സംശയിച്ചു. അതുകൊണ്ട് ജയേഷ് രശ്മിയുടെ സഹായത്തോടെ യുവാക്കളെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി.
കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിലുള്ള കൊടും ക്രൂരതയാണ് ആ വീട്ടിൽ അരങ്ങേറിയത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർ ജയേഷിന്റെ വീട് തിരക്കി ആന്താലിവണ്ണിലെത്തിയത്. കോയിപ്പുറം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കൂടി പോകുന്ന പരുത്തിമുക്ക് കള്ളിപ്പാറ റോഡിൽ നിന്ന് 100 മീറ്റർ ദൂരമുള്ള 3 പാതയാണ് ജയേഷിന്റെ വീട്ടിലേക്കുള്ള വഴി. വീട്ടിലെത്തിയ പോലീസുകാരോട് സാറന്മാർ പൊക്കോ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോളാമെന്ന് ജയേഷ് പറയുന്നത് അയൽവക്കക്കാർ കേട്ടു. തൊട്ടടുത്ത ദിവസം കൂടുതൽ പോലീസ് എത്തി രശ്മിയെയും കൂട്ടിക്കൊണ്ടുപോയി. പോലീസുകാർ രശ്മിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അയൽക്കാർ അവർക്ക് ചുറ്റും കൂടി എന്താണ് കാര്യമെന്ന് തിരക്കി. തൊട്ടടുത്ത ദിവസം വാർത്താമാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാ വിവരവും അറിയുമെന്നാണ് രശ്മി അപ്പോൾ പ്രതികരിച്ചത്. സിമന്റ് കട്ടയിൽ തീർത്ത് ആസ്പെറ്റോസ് ഷീറ്റിട്ട നിലയിൽ ഒരു ചെറിയ വീട്, മുൻവാതിലുകൾക്കൊന്നും അടച്ചുറപ്പില്ല, വീട് പൂട്ടിയിടാൻ പോലും മാർഗമില്ല. എന്നാൽ കിടപ്പുമുറിയിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഒരു CCTV, ഏറെ ദുരൂഹതകൾ നിറഞ്ഞൊരു വീട്. മെയിൻ വഴിയിൽ നിന്നും 10 അടി താഴ്ചയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പുറമേക്ക് നോക്കിയാൽ കാണാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വീടിന് മുകൾ ഭാഗം മറച്ചു വച്ചിരിക്കുന്നു. ജയേഷ് നേരത്തെ ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത്. ഭാര്യ ചെട്ടിമുക്കിന് സമീപമുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരി. കുട്ടികളെ അയൽപ്പക്കങ്ങളിൽ പോലും വിടാറില്ല. അവരുമായി സംസാരിക്കാൻ കുട്ടികൾക്ക് വിലക്കുണ്ട്. ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഭാര്യയെ അതിക്രൂരമായി ജയേഷ് മർദ്ദിച്ചിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു. അയൽവക്കങ്ങളിൽ പോകരുത് എന്ന് രശ്മിക്ക് കർശനമായ വിലക്കുണ്ട്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ജയേഷിന്റെ വീട്. അതിനു മുന്നിൽ വലിയൊരു റബ്ബർ തോട്ടം, ഏകദേശം 5 ഏക്കറോളമുള്ള റബ്ബർ തോട്ടമാണ്. അതിലൂടെ കടന്നു വരുന്ന വഴിയാണ് ജയേഷിന്റെ വീട്ടിലേക്കുള്ളത്. റാന്നി സ്വദേശിയെ മർദ്ദിച്ചതിന് ശേഷം ഈ റബ്ബർ തോട്ടത്തിൽ കൂടിയാണ് ഇരുവരും റോഡിലേക്ക് പോയത്. അവിടെ നിന്ന് സ്കൂട്ടറിൽ റാന്നി ഭാഗത്തേക്ക് ഓടിച്ചുപോയി. ജൂൺ ആദ്യത്തെ ആഴ്ച സമീപത്തുള്ള ഒരു യുവാവിന് ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റി. രശ്മി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പരിക്കേറ്റയാളുടെ കാലിൽ നിന്ന് ചോര തെറിക്കുന്നത് കണ്ട് ബോധം കെട്ട് നിലത്ത് വീണു. അത്തരത്തിൽ ചോര കണ്ടാൽ ബോധം കെടുന്ന വ്യക്തിയാണോ കാലിലെ നഖം പിഴുതെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന സംശയം നാട്ടുകാർക്ക്. വിരലുകളിൽ മുട്ടുസൂചി അടിക്കാൻ എങ്ങനെ ഇവർ തയ്യാറായി? ഈ കൊടുക്രൂരതയ്ക്ക് പിന്നിലെ കാരണമെന്ത്? ഈ 2 പേർക്കും കാര്യമായ ജോലിയൊന്നുമില്ല. പക്ഷേ കുറച്ചു നാളായി വില കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 2018 മുതൽ ജയേഷുമായി പരിചയമുണ്ടായിരുന്നുവെന്ന് റാന്നി സ്വദേശിയായ യുവാവ് പറയുന്നു. ബംഗളൂരുവിലെ ക്രഷർ കമ്പനിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് ജയേഷുമായി പരിചയപ്പെട്ടത്. ജയേഷുമായി മുൻവിരോധമില്ല. ജയേഷിനെ വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ രശ്മിയുടെ മൊബൈലിലേക്ക് തങ്ങൾ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് രശ്മിയുമായുള്ള പരിചയം. അതിക്രൂര മർദ്ദനത്തിന് ഇരയായ ആലപ്പുഴക്കാരനായ 19കാരൻ തുടക്കത്തിൽ തന്റെ മൊഴി മാറ്റി. ഇത് പോലീസിനെ വഴിതെറ്റിക്കാൻ ഇടവരുത്തി. റാന്നി സ്വദേശിയായ യുവാവും ദേഹോപദ്രവത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന വിവരം മനസ്സിലാക്കിയ പോലീസ് മൊഴിയെടുക്കാനായി അയാളുടെ അടുക്കൽ ചെന്നു. എന്നാൽ അയാൾ മറ്റൊരു മൊഴിയാണ് പോലീസിന് നൽകിയത്. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനും പ്രതിശ്രുത വരനും മറ്റും ചേർന്ന് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, തനിക്ക് പരാതിയില്ല എന്നായിരുന്നു യുവാവ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് തുടർന്ന് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളുടെ വധഭീഷണി ഭയന്നാണ് കള്ളമൊഴി നൽകിയത് എന്ന് തുടർന്ന് റാന്നി സ്വദേശിയായ യുവാവ് പോലീസിനോട് വെളിപ്പെടുത്തി. പോലീസിൽ പരാതി നൽകുകയോ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയോ ചെയ്താൽ തന്നെ കൊന്നുകളയുമെന്ന് ജയേഷ് ഭയപ്പെടുത്തിയിരുന്നുവെന്നാണ് പോലീസിനോട് യുവാവ് പറഞ്ഞത്. മർദ്ദനത്തിനിടയിൽ കാൽമുട്ട് പൊട്ടി ചോരയൊലിച്ചു. ആഴത്തിലുള്ള മുറിവിനകത്തേക്ക് രശ്മി പെപ്പർ സ്പ്രേ അടിച്ച് ആർത്ത് ചിരിക്കുകയായിരുന്നുവെന്നാണ് റാന്നി സ്വദേശിയായ യുവാവിന്റെ മൊഴി. ജനനേന്ദ്രിയത്തിലും പുറത്തുമൊക്കെ സ്റ്റേപ്ലർ പിൻ അടിച്ചു. കാലിൽ നിന്ന് ചോര തെറിക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നു. മാത്രമല്ല ആഭിചാരക്രിയ പോലെ എന്തൊക്കെയോ സംസാരിക്കുന്നു. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന കൊടും ക്രൂരതയുടെ കഥകളാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.